ഹരി ഓം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനഃ ശ്രേയസേ. മഹാഭാരതം സംഭവപർവം. അർജുനൻ്റെ തീർത്ഥയാത്ര. കുരുരാജ്യത്തിലൊരു ധരണി ദേവേന്ദ്രനു പെരിക പശുക്കളെ കള്ളന്മാർ കൊണ്ടുപോയാർ. അതു ചെന്നിന്ദ്രപ്രസ്ഥഗോപുരദ്വാരത്തിങ്കൽ അതിവേദനയോടു പറഞ്ഞു ഭൂദേവനും. അപ്പോഴേ ധനഞ്ജയനാശ്വസിപ്പിച്ചാൻ, പിന്നെ കെൽപ്പേറുമായുധങ്ങളെടുപ്പാൻ ചെന്ന നേരം ആയതമിഴിയാളും ധർമ്മപുത്രരും പഞ്ചസായകരസം പൂണ്ടു മരുവുന്നതു കണ്ടാൻ. ആയുധശാല തന്നിൽ അർജുനനവൻ താനും പോയാനന്നേരം തന്നെ ഭൂസുരോത്തമനോടും തസ്കരന്മാരെയൊക്കെ നിഗ്രഹിക്കയും ചെയ്തു സൽക്കരിക്കയും ചെയ്താൻ വിപ്രനു പശുക്കളെ. പിന്നെ തൻ ഗുരുഭൂതന്മാരെയും വണങ്ങിയിട്ടു തന്നെ സമയത്തിനന്തരം വരായ്വാനായി സന്നാഹമോടു തീർത്ഥയാത്രയും തുടങ്ങിനാൻ. പിന്നാലെ കൂടെ പോയാർ വിപ്രാദി സാധുക്കളും. സാഗരസരിൽ സരോവന ശൈലങ്ങൾ കണ്ടു വേഗേന ഗംഗാദ്വാരെ ചെന്നിരുന്നതു പാർത്ഥൻ. ഗംഗയിൽ മുഴുകിനാൻ മംഗളമനസ്കനായ അങ്കജതാപം പൂണ്ട പന്നക തരുണിയും. വെള്ളത്തിൽ താഴ്ത്തിക്കൊണ്ടാളുള്ളവും താഴ്ത്തിക്കൊണ്ടാളുള്ളഴിഞ്ഞു ലൂപിയുമായൊരു നിശിവാണാൻ ഉണ്ടായി തിരാവനെന്നാത്മജനവൾ പെറ്റു. തണ്ടലർബാണ് സമനായ പാണ്ഡവൻ പിന്നെ ഹിമവൽ പാർശ്വം പുക്കാൻ അഗസ്ത്യവടം കണ്ടാൻ. ഹിമവൻ മൂർധനി ബിന്ദു സരസ്സും കണ്ടു പാർത്ഥൻ. ഭൃഗുതുന്തുവും കണ്ടാൻ, പല ദാനങ്ങൾ ചെയ്താൻ. ഭഗവത് ഭക്തനായ ഫൽഗുനൻ പാണ്ഡുപുത്രൻ ഹരിദ്വാരവും കണ്ടു വിസ്മയപ്പെട്ടു കൂപ്പി ഹിരണ്യബിന്ദുവിൻ്റെ തീർത്ഥങ്ങളെല്ലാം ആടി. പർവ്വതങ്ങളും കണ്ടാൻ, പുണ്യക്ഷേത്രങ്ങൾ കണ്ടാൻ, ദിവ്യങ്ങളായ തീർത്ഥങ്ങളിലും മുഴുകിനാൻ. അവിടെ നിന്നു നേരെ കിഴക്കോട്ടിറങ്ങിയിട്ടു ഭുവന പ്രസിദ്ധയാ മുൽപ്പലിനിയെ കണ്ടാൻ. നൈമിഷാരണ്യം കണ്ടാൻ, പ്രതിനന്ദയും കണ്ടാൻ, വൈമല്യം കലർന്നീടും അപരനന്ദ കണ്ടാൻ. നല്ല കൗശികീകയ ഗംഗയുമാടി, പിന്നെ ചൊല്ലിഴും അംഗരാജ്യം വങ്കവും കലിംഗവും കണ്ടിതു. മഹാർണവം അവിടെ സ്നാനം ചെയ്തു കണ്ടിതു മഹേന്ദ്രമാം പർവ്വതം ധനഞ്ജയൻ. ചൊല്ലഴും ഗോദാവരിയാടിയാൻ കാവേരിയും കല്യാണാലയമായ രംഗവും വണങ്ങിനാൻ. സത്വരം മണലൂരമാകിയ പുരി പുക്കാൻ ചിത്രവാഹനനായ രാജാവു തന്നെ കണ്ടാൻ. അവനു ചിത്രാംഗതയെന്നൊരു മകളുമുണ്ടവളെ വിട്ടുകൊണ്ടാൻ അവിടെ ഇരുന്ന നാൾ. അപ്പുരി തന്നിൽ കൽപ്പോടെ പുറപ്പെട്ടാൻ. അപ്പോഴേ പഞ്ചതീർത്ഥമാടിയാൻ പേടി നീക്കി. അത്ഭുതാംഗികളായ 4 ദാസികളോടും അപ്സര സ്ത്രീയായൊരു വന്ദയും ഒരു ശാപാൽ നക്രരൂപിണികളായ 5 തീർത്ഥങ്ങളിലും പുക്കുവാഴ്കയാലാരും തീർത്ഥങ്ങളാടു ആറിൽ ഉഗ്രവേഗേന ഭക്ഷിച്ചിടുമെന്നുള്ള ഭയാൽ ഫൽഗുനനതു കണ്ടു ലോകോപകാരാർത്ഥമായി പഞ്ചതീർത്ഥങ്ങളിലും കുളിച്ചു തർപ്പിച്ചിതു. പഞ്ചനക്രങ്ങളെയും പഞ്ചത്വം ചേർത്താനല്ലോ.
വന്ദക്കും സഖിമാർക്കും ശാപമോക്ഷവും വന്നു വന്ദിച്ചു പാണ്ഡവനെ സ്തുതിച്ചു പോയാരല്ലോ. പിന്നെയും ചിത്രാംഗത തന്നെ കൺമതിനായി ചെന്നിതു മണലൂരപുരിയിൽ ഇന്ദ്രപുത്രൻ. വിഭ്രമം കലർന്നവളോടു ചേർന്നിരിക്കും നാൾ ബഭ്രുവാഹനനെന്നൊരർഭകനുണ്ടായി വന്നു. പശ്ചിമ സമുദ്രതീരത്തു കൂടവൻ പിന്നെ സ്വച്ഛമാം പ്രഭാസ തീർത്ഥത്തിങ്കൽ ചെന്നു ബുക്കാം. ശ്രീകൃഷ്ണ ശരണം.